വേദനയുടെ വിറങ്ങലിച്ച ദിവസങ്ങളായിരുന്നു അതെല്ലാം. പക്ഷേ ദുരന്തം നടന്ന് 1 വർഷം തികയുമ്പോൾ ചൂരൽമലയും മുണ്ടക്കയുമൊക്കെ തിരിച്ചുവരവിന്റെ പാതയിലാണ്. ദുരന്തത്തിന്റെ ആഘാതം മാനസികമായി തളർത്തിയ വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ മുഖത്ത് സാന്ത്വനത്തിന്റെ പുഞ്ചിരി വിരിയുന്നത് നമുക്ക് കാണാം. അവർ അതിജീവനത്തിന്റെ പാഠം പഠിക്കുകയാണ്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. സ്വർഗമായിരുന്നു വെള്ളാറമല സ്കൂൾ. വെള്ളരിമലയുടെ താഴ്വാരത്ത് പുന്നപ്പുഴയുടെ തീരത്ത് പ്രകൃതിയുടെ മടിത്തട്ടിൽ കുട്ടികളുടെ സ്വർഗം. ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുമ്പ് എല്ലാം ഉരുളെടുത്തപ്പോൾ ഇരച്ചെത്തിയ പുന്നപ്പുഴ വെള്ളാറമലയിലെ വിദ്യാലയത്തെയും തകർത്തു. 100 കണക്കിന് പേർ മരിച്ചു വീണു. ഉറ്റവരും ഉടയവരും കിടപ്പാടവും നഷ്ടപ്പെട്ട മനുഷ്യർ ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ്. അവർ ജീവിതം തിരിച്ചുപിടിക്കുകയാണ്. ശരിക്കും ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ റിസൈലൻസ് വർക്കാണ് നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്തില്ലേ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതെ അതെ, ശരിക്കും ഇത് ചരിത്രം രേഖപ്പെടുത്തി വെക്കേണ്ട സംഗതിയാണ്. ലോകത്തിന്റെ ഒരു മാതൃകയാണ് നമ്മുടെ സ്കൂൾ ആ രീതിയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല. ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ ഒരാണ്ട് തികഞ്ഞെന്നും വരില്ല. പക്ഷേ മേപ്പാടിയിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന വെള്ളാറമല സ്കൂളിലെ കുട്ടികൾ ദുരന്ത സ്മരണകൾ മറന്ന് പുഞ്ചിരിക്കുകയാണ്. ഒരു കെട്ടുകഥ പോലെ ജൂലൈ 30-നെക്കുറിച്ച് അവർ വരും തലമുറയോട് പറയും. ഒരു നാടൊന്നിച്ച് അതിജീവിച്ച ചൂരൽമലയുടെയും വെള്ളാറമലയുടെയും കഥ. റിപ്പോർട്ടർ, വയനാട്.